ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നോമ്പിൻ്റെ കാലയളവിൽ, ഈ നോമ്പിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ എന്താണ് നോമ്പ് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കണം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിലെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. നമ്മൾ എന്തിനാണ് നോമ്പ് എന്ന് പറയുന്നത്? എന്താണ് നോമ്പ്? ദൈവസന്നിധിയിൽ വിനയത്തോടെ നിൽക്കുക, പ്രാർത്ഥനയോടും പശ്ചാത്താപത്തോടും ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് നോമ്പിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് മത്തായിയിൽ അത് കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിന് 16 മുതൽ 18 വരെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെന്ന്. അതായത് കപടഭക്തിക്കാരെ പോലെ നമുക്കൊരു വാടിയ മുഖം ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തെ നോക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ മാനസാന്തരമാണ് ദൈവം ആശിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടുവേ. മാനസാന്തരപ്പെടണം എന്ന് അതുകൊണ്ടാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവിടെയാണ് പശ്ചാത്താപം വരുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തപിച്ച വ്യക്തിയായിരുന്നു ദാവീദ്. ദാവീദ് തൻ്റെ കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അവിടെ പശ്ചാത്തപിക്കുന്ന ഒരവസ്ഥ, ആ പശ്ചാത്താപത്തിലൂടെ എഴുതിയ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ആ 51-ാം സങ്കീർത്തനത്തിലെ അവൻ്റെ വേദനകളും വിഷമതകളും എല്ലാം അതിൽ കാണുവാനായിട്ട് സാധിക്കും. അവനവിടെ പശ്ചാത്തപിച്ച് അവൻ്റെ കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് കരയുന്ന ഒരവസ്ഥ. നമ്മൾ നമ്മുടെ തെറ്റുകളെ ഓർത്ത് എത്രത്തോളം നമ്മൾ പശ്ചാത്തപിക്കാറുണ്ട്. ആ പശ്ചാത്താപമാണ് ദൈവം നമ്മളെ സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് നോമ്പിൻ്റെ കാലയളവിൽ നമ്മുടെ തെറ്റുകളെ തിരുത്തി നമ്മുടെ ജീവിതത്തെ ഒന്ന് പുതുക്കുവാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ നോമ്പെടുത്തത് കൊണ്ട് നമുക്കും ഒരു പ്രയോജനമുണ്ടാകുള്ളൂ. അല്ല, ത്യാഗം മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട ഒരവസ്ഥയാണ്. ഒരു ഹൃദയത്തിനൊരു മാറ്റം വരേണ്ട അവസ്ഥയാണ്. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഈ നോമ്പിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കൊരു പാപത്തിൽ നിന്ന് ഒരു മോചനം കിട്ടുവാനായിട്ട്, നമ്മുടെ തെറ്റിൽ നിന്ന് ഒന്ന് തിരിഞ്ഞ് ഓടുവാനായിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും നമുക്ക് മോശ എടുക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. മോശ 40 ദിവസം അവിടെ ഉപവസിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അവിടെയും ദൈവം ശക്തമായി ഇടപെടുന്ന അവസ്ഥ അനുമുഖ തേജസ്സോടെ കണ്ടവരുണ്ട്. അവിടെയെല്ലാം നമുക്ക് ആ ഒരു ചൈതന്യം കാണുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ നോമ്പെടുത്ത് അതിൽ അത്രത്തോളം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ മാറണം. നമ്മുടെ തെറ്റുകൾ നമ്മൾ ഏറ്റുപറയണം. ഒരു പുതിയ ഹൃദയശുദ്ധിയുള്ള വ്യക്തികളായിട്ട് നമുക്ക് തീരുവാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ നോമ്പ് എടുത്തതുകൊണ്ടും ഈ നോമ്പിൽ നമ്മൾ അത്രത്തോളം വിനയത്തോടെയാണോ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളൊരു ജീവിതമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വീണ്ടും നമുക്ക് ഈ ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ പാപജീവിതത്തിൽ നിന്ന് ഒന്ന് തിരിഞ്ഞ് നടക്കണമെന്നുള്ളത്. അങ്ങനെ പാപജീവിതത്തിൽ നിന്ന് തിരിഞ്ഞ് നടന്നതായിട്ട് നമുക്ക് ഒരു വ്യക്തിയെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പൻ്റെ സ്വത്തിൽ നിന്ന് എല്ലാം വാങ്ങിച്ച് ആ മകൻ യാത്ര ചെയ്തപ്പോൾ, അവൻ്റെ പാപബോധത്തിൽ നിന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ, ഇതെല്ലായിരുന്നു എൻ്റെ ജീവിതം എന്നവൻ തിരിച്ചറിഞ്ഞപ്പോൾ, ആ പാപത്തെ വിട്ട് അവൻ തിരിച്ചു വരുന്ന ഒരവസ്ഥ. ആ തിരിച്ചു വരുമ്പോൾ ആ പിതാവ് സ്വീകരിക്കുന്ന ഒരു മനസ്സ്, അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ ചെയ്തിട്ട് നമ്മൾ പാപത്തെ തിരിച്ചറിഞ്ഞിട്ട് ഒരു തിരിച്ചുവരവ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കണ്ണുനീരോടെ ദൈവത്തിന് മുന്നിൽ ചെല്ലുമ്പോൾ, ഹൃദയത്തിൻ്റെ മനം പൊട്ടിയുള്ള ഒരു കരച്ചിൽ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ
തീർച്ചയായിട്ടും ഈ നോമ്പിൻ്റെ കാലയളവിൽ ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ടിടയാകും, ദൈവശബ്ദം കേൾക്കുവാനായിട്ടിടയാകും. അതാണ് നോമ്പിൻ്റെ പ്രത്യേകത. അതാണ് നോമ്പിൻ്റെ ഒരു ജീവിതത്തിലുള്ള ഒരു ഉപവാസത്താലുള്ള പ്രാർത്ഥനയാലുള്ള ഒരു ജീവിതം. ആ പാപജീവിതത്തിൽ നമുക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിക്കാം. വീണ്ടും പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. എങ്കിൽ മാത്രമേ ഈ നോമ്പ് എന്തിനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ വ്യക്തി തിരിച്ചു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എവിടെയെല്ലാം കർത്താവെ തെറ്റിപ്പോയത്, എവിടെയാണ് ഞങ്ങൾ പാപത്തിലേക്ക് തിരിഞ്ഞു പോയത്, അങ്ങനെയുള്ള ജീവിതങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പനെയും അമ്മയെയും നോക്കാത്ത ഒരവസ്ഥ, സഹോദരന്മാരെ നോക്കാത്ത അവസ്ഥ, അങ്ങനെയുള്ളൊരു ജീവിതങ്ങൾ എത്ര നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു പോക്ക് നമ്മൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ നോമ്പെടുത്തിട്ട് നമുക്ക് എന്ത് പ്രയോജനം? വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ നമുക്ക് നോക്കുവാൻ സാധിക്കുന്നു, കൂടപ്പിറപ്പുകളെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പാപജീവിതത്തിൽ നിന്ന് നമ്മൾ തിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മൾ നോമ്പെടുക്കുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ മഹത്തായ ഒരു പ്രാർത്ഥനാ ജീവിതം. അവിടെയാണ് നമ്മുടെ ഹൃദയത്തെ ദൈവം പരിശോധന ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഒരു വിട്ടുകൊടുക്കലും പങ്കുവയ്ക്കലും ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നു. ദയ ആഗ്രഹിക്കുന്നു, നീതി ആഗ്രഹിക്കുന്നു. നമ്മുടെ നോമ്പിൻ്റെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ജീവിതത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഹൃദയവിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കണം. ദാവീദിനെ പോലെ സങ്കീർത്തനക്കാരൻ 51 പറയുന്നത് പോലെ ദൈവമേ ശുദ്ധമുള്ള ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മുമ്പിൽ വിനയത്തോടെ നമുക്ക് ചെല്ലാം. ആ കുട്ടിപ്പായി അവൻ്റെ കാൽക്കീഴിൽ കവിണ്ണു വീണ് അവൻ്റെ സ്നേഹത്തിനായി നമുക്ക് യാചിക്കാം. കർത്താവേ, ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും എന്നിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, എൻ്റെ തെറ്റ് നീക്കിക്കളയണമേ. കർത്താവേ, എന്നിൽ നിന്നൊരു തിരിച്ചുവരവ് കർത്താവേ ഉണ്ടാകണമേ. ഈ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇതുവരെ ഞാൻ ചെയ്തിട്ട എല്ലാ തെറ്റുകളും എല്ലാ ഹൃദയത്തിലെ വിചാരങ്ങളെയും നീ എടുത്തു മാറ്റണമേ. അതുകൊണ്ട് കർത്താവെ, ആ പിതാവിൻ്റെ അടുക്കിലേക്ക് മകൻ തിരിച്ചു വന്നതുപോലെ എന്നെ ഒന്ന് കർത്താവ് നിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈ നോമ്പിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് പറയാം, കർത്താവെ, ഒരു ഹൃദയവിശുദ്ധിയോടെ, ഒരു പശ്ചാത്താപത്തോടെ എന്നെ ഹൃദയത്തെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല പ്രാർത്ഥനയോട് നമുക്ക് അവൻ്റെ മുന്നിലേക്ക് ചെല്ലാം. അങ്ങനെ ഒരു ജീവിതം നമുക്ക് കിട്ടുവാനായിട്ട് ദൈവസന്നിധി നമ്മെ സമർപ്പിക്കാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് അടുത്ത് ചെല്ലാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.